കർത്താവിന്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഇരിപ്പാനും കർത്താവിനെ ആരാധിപ്പാനും നമുക്ക് ലഭിച്ച അവസരത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചപ്പെട്ട കാലം കൂടെ ദിവ്യമായ കരുതലിൻ കീഴിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കായിരിക്കാൻ കൊണ്ട് ദൈവം നമ്മളെ സഹായിച്ചു. കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുവാനും ഇന്നുവരെ നടത്തിയ ദൈവം തമ്പുരാൻ ഇനിയും നടത്തുവാൻ മതിയായവനെന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കർത്താവിൽ ശരണം പ്രാപിച്ചു മുന്നേറുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടെ ഇന്നത്തെ ചിന്തകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം എന്നുള്ളത് ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് ആത്മനക്ക് ചിന്തിപ്പാനായിട്ട് തന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിലെ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ വളരെ സുപരിചിതമാണ്. വേദപുസ്തകം അറിയാവുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ ആദ്യത്തെ വാഗ്ദത്തം അതാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അതിന്റെ ശേഷമോ ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനം ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം നമുക്ക് ഈ യോവേൽ പ്രവചനത്തിൽ വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമ്മൾ ഈ പ്രവചനത്തെ മനസ്സിലാക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്, അതിന് ശേഷമോ, ആഫ്റ്റർ ദാറ്റ്. അവൾ അതിന് ശേഷമോ എന്ന് പറയുമ്പോൾ ഏതിന് ശേഷം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ വാഗ്ദത്തം എന്തിനു ശേഷമാണ്? ഈ വാഗ്ദത്തം ആർക്കാണ്, എപ്പോഴാണ് നൽകുന്നത് എന്നൊക്കെ ആ 2 പദത്തിൽ അന്തർലീനമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വാഗ്ദത്തത്തെ മനസ്സിലാക്കുവാനായിട്ട് യോവേലിന്റെ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള അധ്യായത്തിലേക്ക്, 1-ാം അധ്യായത്തും 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്കും കടന്നു പോകേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. യോവേലിന്റെ പുസ്തകത്തിന്റെ ആദ്യ വാക്യം പെഥുവേലിന്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്, മൂപ്പന്മാരെ അത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് യഹോവയായ ദൈവം തമ്പുരാന് യോവേലിൽ കൂടെ ദേശത്തിലെ മൂപ്പന്മാരോട് ദേശത്തിലെ സകല നിവാസികളോടും അരുളി ചെയ്യുന്ന ഒരു പ്രവചനമായിട്ട് യോവേലിന്റെ പ്രവചനം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ കരച്ചിലിന്റെയും പല്ലുകടിയുടെയും വളരെ ദയനീയമായ അവസ്ഥയിലായിരിക്കുന്ന ജനത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ആ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചിരുന്നത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. മദ്യപന്മാരെ ഉണർന്ന് കരവീൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കാൻ മുറയിടുവീൻ. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തെ നേരെ വന്നിരിക്കുന്നു, അതിന്റെ പല്ല്. അവൾ ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ജനതയോടാണ് ഈ അരുളപ്പാട് ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ ആ വേദഭാഗം മുഴുവനും വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഇന്നത്തെ ചിന്തകൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളെ വീട്ടില് യോവേലിന്റെ പുസ്തകം എടുത്തു വെച്ച് വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ ചിന്തകൾ കുറെ ആഴമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവരുടെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞു വറ്റി, എണ്ണ ക്ഷയിച്ചു പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. കൃഷിക്കാരെ ലജ്ജിപ്പീൻ, മുന്തിരിത്തോട്ടക്കാരെ ഗോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവീൻ. വയലിലെ വിളവ് നശിച്ചു പോയല്ലോ, മുന്തിരി വാടി
അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം വിട്ട് മാഞ്ഞു പോയല്ലോ. ചില വാക്യങ്ങൾ മാത്രം ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാനായിട്ട് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. അവൾ എല്ലാം നഷ്ടപ്പെട്ടവരായി, കൃഷിസ്ഥലങ്ങൾ മുഴുവനും ഉണങ്ങി, അത്തിയില്ല, പുതുവീഞ്ഞില്ല, മുന്തിരിവള്ളിയില്ല, വയലിൽ ഗോതമ്പില്ല, യവന ഇല്ല, ഒന്നുമില്ലാത്ത, സകലവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ജനതയോടാണ് യോവേലിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, തന്റെ ദേശത്തോട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? 13-ാമത്തെ വാക്യത്തിലെ പുരോഹിതന്മാരെ രട്ടെടുപ്പ്, വിലപിപ്പീൻ. യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവിൻ. എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും പാനീയാകവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ. ഒരു ഉപവാസ ദിനം നിയമിപ്പീൻ. സഭായോഗം വിളിപ്പീൻ. മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവീൻ. ഈ യഹോവയോട് നിലവിളിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ നാശത്തിൽ നിന്ന്, ഈ ഒരു വലിയ കഷ്ടത്തിൽ നിന്ന്, ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വലിയ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി പ്രവാചകനിൽ കൂടെ ദൈവം തമ്പുരാൻ തന്റെ ജനത്തോട് പറയുന്നു, കം, നിങ്ങൾ കൂടി വാ. ഒരു ഉപവാസയോഗം പ്രഖ്യാപിച്ച്, ഒരു സഭായോഗം പ്രഖ്യാപിച്ച് യഹോവയുടെ ആലയത്തിൽ നിലവിളിപ്പാനായിട്ട് ആവശ്യപ്പെടുകയാണ്. യഹോവയുടെ ദിവസം വരുന്നു. യഹോവയുടെ ഉഗ്രകോപം നിറഞ്ഞ ദിവസം വരുന്നു. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ആ യഹോവയുടെ ദിവസത്തെ കുറിച്ച്, തന്റെ ജനത്തിന്റെ മേൽ വരുവാൻ പോകുന്ന ആ വലിയ വിപത്തിനെ കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 10-ാമത്തെ വാക്യം മുമ്പ് ഉള്ള വാക്യങ്ങളിലൊക്കെ ഉണ്ട്. എങ്കിലും 10-ാമത്തെ വാക്യം, അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തന്റെ സൈന്യത്തിന്മേൽ മേഘനാഥം കൽപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് വീണ്ടും യഹോവയുടെ ഉഗ്രകോപത്തിന്റെ ദിവസത്തെ കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചിട്ട് പ്രവാചകൻ വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ടോ? 13-ാമത്തെ വാക്യത്തില്, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവി. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ചു തനിക്ക് ഭോജനയാകവും പാനീയയാകവും ഉള്ളൊരു അനുഗ്രഹം വെച്ചേക്കില്ലയോ ആർക്കറിയാം. സിയോനിൽ കാഹളം ഊതുവീൻ, ഒരു ഉപവാസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടുവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ. യഹോവയായ ദൈവം നിന്നെ കേൾപ്പിച്ചു കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് അവിടെ പറയുകയാണ്. അവൾ നമ്മുടെ ആരോടാണ്? യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം മുതലുള്ള ദൈവാത്മാവിന്റെ പകർച്ചയെ കുറിച്ചുള്ള വാഗ്ദത്തം കൊടുക്കുന്നത്. അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുന്ന ഒരു ജനത്തെ കുറിച്ചാണ്. He is calling for a repentance. അതിന്റെ മുമ്പിലുള്ള അധ്യായങ്ങളിൽ വായിച്ചതൊക്കെയും ആ വിപത്തും ആ നഷ്ടവും ആ നാശവും സംഭവിച്ചതൊക്കെയും ജനം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയത് കൊണ്ടാണ്, ജനത്തിന്റെ പാപഭാരം കൊണ്ട് അപ്രകാരം സംഭവിച്ചത് കൊണ്ട് അവിടെ അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനാണ് സാധിക്കും. So a people who have responded to the call for a repentance, അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ദൈവത്തിന്റെ ആലോചന, ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി
ദൈവസന്നിധിയില് രട്ടിലും വെണ്ണീറിലും ഇരുന്നുകൊണ്ട് അനുദപിച്ച് നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന ജനത്തിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. And as a response to the restoration, to the repentance of the people, the following verse from 18 down to maybe 27, we read God's promise of a restoration. If you repent of your sins, നിന്റെ പാപങ്ങളെ കുറിച്ച് ഉപവാസ നിയമിച്ച് സഭായോഗം വിളിച്ചുകൊണ്ട് സഭയെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ ദൈവം തമ്പുരാൻ ഒരു റെസ്റ്റോറേഷൻ അങ്ങനെ പറയുക. അങ്ങനെ 18ാമത്തെ വാക്യം, യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരമറിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഇനി ഞാൻ നിങ്ങളെ ജാതിയുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ദൂരത്താക്കി. താഴോട്ട് വായിക്കുമ്പോൾ 21ാമത്തെ വാക്യത്തിൽ, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം. യഹോവ വൻ കാര്യങ്ങളെ ചെയ്യുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പറങ്ങൾ പച്ചവെക്കുന്നു. എന്നിട്ട് താഴോട്ട് 26ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ 27 പറയുക, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അപ്പോ to a group of people, of God's people who have gone astray from the Lord, backslided from the Lord, and then with a heartbroken repentance came back. അവരെ ദൈവത്തിന്റെ വാഗ്ദത്തമാ, I will restore you. ഞാൻ നിന്നെ വീണ്ടും ചേർക്കും, ഞാൻ നിന്നെ വിടുവിക്കും. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്റെ വയലുകൾ പൂക്കും, നിന്റെ മരുഭൂമികളെ പുൽപ്പറങ്ങൾ പച്ചപിടിക്കും. ഘോഷിച്ചുല്ലസിച്ചു, ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കും. ഞാൻ നിങ്ങളുടെ യഹോവയാണ്, ദൈവമാണെന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഇനി ലജ്ജിച്ചു പോകുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലേക്ക് ചേർത്തുകൊണ്ട് കർത്താവിനോട് കൂടെ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വന്ന ദൈവജനത്തോടാണ് 28ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതിന്റെ ശേഷം, ഏതിന്റെ ശേഷം? After you have had a repentance, and then after I restored you back to the blessings of God, അതിന് ശേഷം എന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരും എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം ആർക്കു വേണ്ടിയുള്ളതാണ്? അനുദപിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടിയുള്ളതാണ്. അനുദപിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ആണ് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. അവരെ അത്ഭുതങ്ങളുടെ മാത്രമാക്കി നിർത്തുവാനായിട്ട്. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിന്റെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിന്റെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആ നാളിൽ ഞാൻ എന്റെ ആത്മാവിനെ അവരുടെ മേല് പകരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പാപത്തിന്റെ പിടിയില് ദൈവ തേജസ് അന്യാധീനപ്പെട്ടുകൊണ്ട് കർത്താവിൽ നിന്നകന്ന് ലോകത്തിന്റെ കെടുതികളിൽപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന തന്റെ ജനത്തെ മടക്കി വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തെ അത്രയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം മടങ്ങിച്ചെന്നാൽ സ്നേഹവായ്പോടുകൂടെ അവരെ സ്വീകരിച്ചു അനുഗ്രഹിച്ച് അവരുടെ മേല് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിനായി, ഒരു അത്ഭുതങ്ങളുടെ ജീവിതത്തിനായി ദൈവിക കരങ്ങളിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കുന്ന ദൈവത്തെ അത്രേ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മളിൽ അനേകര് ഇന്നും പാപത്തിന്റെ പിടിയില്ല. ആ വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പലപ്പോഴും 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കെടുതികളും വിപത്തുകളും നമുക്കുണ്ടായിട്ടും അത് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും കഴിയാതെ
ഒരനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ കഴിയാതെ ഈ വലിയ വാഗ്ദത്തങ്ങൾ കന്യരായി അത് അനുഭവിക്കുവാൻ കഴിയാതെ ജീവിക്കുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വചനത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇഫ് യു കം ബാക്ക്, നീ മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിന്റെ മേല് തന്റെ ആത്മാവിനെ പകർന്നു തരും. നീ മടങ്ങി വരുമെങ്കിൽ കർത്താവ് നിന്നെ ചേർത്തുകൊള്ളുമെന്ന് മാത്രമല്ല, നിന്നെ ഒരു വലിയ സൈന്യമാക്കി മാറ്റി തന്റെ കരങ്ങളിൽ അത്ഭുതമായി നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുവാനും, നിന്റെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണുവാനും, നിന്റെ യൗവനക്കാര് ദർശനങ്ങളെ ദർശിച്ചുകൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം തന്റെ ആത്മാവിനാൽ നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കുക. സമാനമായ ഒരു വേദഭാഗമാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് വളരെ സുപരിചിതമായ വേദവാക്യമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം മുതൽ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജനത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ അനുഷ്ഠിക്കും. കർത്താവ് ചെയ്യുന്ന ഒരു വലിയ ക്രിയയെക്കുറിച്ചാണ് നമുക്കവിടെ വായിക്കുവാനാണ് സാധിക്കുന്നത്. അത് ആരോടാ പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വാക്യത്തിന്റെയും പ്രത്യേകത നമുക്കറിയുവാൻ സാധിക്കുന്നത്. 36-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില്, ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പോയിരുന്നു വായിക്കണം. ഇതിന്റെ പശ്ചാത്തലം ഏത് സാഹചര്യത്തിലാണ് ഇതൊക്കെ എഴുതിയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പ്രസക്തി നമുക്ക് കിട്ടുന്നത്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാക്കി എന്റെ മുമ്പാകെ അവരുടെ നടപ്പ് മാലിന്യം പോലെ ആയി. അവരുടെ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തം അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തം ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ഞാൻ അവരെ ജാതികളുടെ മേൽ ചിന്തിച്ചു. അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി. അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ അവരെ ന്യായം വിധിച്ചു എന്ന് പറയുന്നു. ആ ഭാഗം ഞാൻ അല്പമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീട്ടിൽ വായിക്കണമേ. ഇവിടെ പറയുകയാണ് ഇസ്രായേൽ ജനത്തെ കുറിച്ച്, യഹൂദ ജനത്തെ കുറിച്ച്, ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവജനത്തെ കുറിച്ച് പറയുന്നു. അവര് തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാക്കി കളഞ്ഞു. പിന്നെ പറയുന്നു അവര് തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് കൊണ്ട് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം അവരെ ചിഹ്നിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ ജനം ചിഹ്നിക്കപ്പെട്ടു. ദൈവത്തിന്റെ ജനം ചിതറിക്കപ്പെട്ടു. എങ്ങനെയാ ചിതറിക്കപ്പെട്ടത്? ദൈവകോപത്തിന്റെ under the wrath of God, ദൈവകോപം അവരുടെ മേൽ വന്നു. ആ ദൈവകോപത്തിന്റെ ഫലമായി ദൈവത്തിന്റെ ജനം ജാതികളുടെ ഇടയിലോ ചിതറിക്കപ്പെട്ടു. വേദപുസ്തകം നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കണേ പ്രിയമുള്ളവരെ. അവിടെ പറയുക, വിശ്വാസികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം, ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിന്റെ നാമമെടുക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ജനം, അവർ ജാതികളുടെ ഇടയിൽ ഛിന്ന ഭിന്നമായി പോയി. കാരണം അവരുടെ പ്രവർത്തികൾ ദോഷമുള്ളതായിരുന്നു. അവർ പൂജാഗിരികൾ കൊണ്ട്, വിഗ്രഹങ്ങൾ കൊണ്ട് ദൈവദേശത്തെ മലിനമാക്കി. അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ ദുഷ്ടതയിൽ ജീവിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ജാതികൾ പറയാനിടയായി, അയ്യോടാ ഇവരശുദ്ധമായി, ഇവര് ദൈവത്തിന്റെ ജനമല്ലയോ. 20-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് പഠിച്ചേ. അവിടെ പറയുക, വേദപുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാക്കുന്നത്. അങ്ങനെ ചിതറി ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോ ഇവർ യഹോവയുടെ ജനം, അവന്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ എന്ന് അവരെ കുറിച്ച് പറയുമാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അയോഗ്യമാക്കി. എങ്കിലും
ഇസ്രായേൽ ഗ്രഹം ചേർന്ന ജാതികളുടെ ഇടയ്ക്ക് അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധ നാമത്തെ കുറിച്ച് ഹല്ലേലൂയ. മനസ്സിലായോ പ്രിയമുള്ളവരെ? വചനം പറഞ്ഞത് നടപ്പ് ദോഷമുള്ളതായതുകൊണ്ട്, ദൈവദേശത്തെ മലിനമാക്കിയ നടപ്പുകൊണ്ട് ദൈവകോപത്തിന്റെ അധീനയിലായിരുന്ന വിശ്വാസ സമൂഹം ലോകത്തിൽ ചിതറിപ്പോയപ്പോ ലോകക്കാരവരെ നോക്കിയിട്ട് പറഞ്ഞു, ആഹാ, ഇവര് വിശ്വാസികൾ എന്ന് പറയുന്നവരല്ലേ, ഇവര് ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നവരല്ലേ, പക്ഷെ നോക്കിയേ ഇവരുടെ നടപ്പ് എത്ര മലിനമായത്, എത്ര ദുർമാർഗം നിറഞ്ഞത്. ദൈവം തമ്പുരാന് അവിടെ വിലപിച്ചു പറയുകയാണ്, ജാതികൾ എന്റെ ജനത്തെ കുറിച്ച് അവയോ ഇവർ യഹോവയുടെ ജനമാണ്, അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയാഞ്ഞത് കൊണ്ട് ചിതറി വന്നവരാണെന്ന് പറഞ്ഞത് കൊണ്ട് അവർ എന്റെ നാമത്തെയാണ് അശുദ്ധമാക്കുന്നത് എന്ന് പറയുകയാണ്. വളരെ ആഴമേറിയ സത്യമാ പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ നാമം ജാതികളെ ദുഷിപ്പിക്കുന്ന ദൈവജനത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ വേദനയോടുകൂടെ പറയുന്നത്. അവന്റെ നാമം ജാതികളിൽ മലിനമായി പോയി. അല്ലേ പ്രിയമുള്ളവരെ? ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന, വിശ്വാസികൾ എന്ന് പറയുന്ന, ദൈവത്തെ ആരാധിക്കുന്ന സമൂഹം എന്ന് പറയുന്ന, അവനിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തൻ രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിന്റെ പരിഹാരകൻ, സകലത്തിന്റെയും ഉത്തരം ക്രിസ്തു മാത്രമാണെന്ന് അവകാശം പറയുന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യമായി തീർന്നില്ലേ? സാക്ഷ്യം നഷ്ടപ്പെട്ടവരായി, ജാതികൾ നമ്മളെ അപമാനിക്കുന്നവരായോ, ഇവരാണോ ദൈവത്തിന്റെ ജനമെന്ന് പറഞ്ഞുകൊണ്ട് അപഹാസിക്കുന്ന, അതിൽ കൂടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവനാമം ദുഷിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു വാക്ക് ഓർക്കണം, ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതെന്തോന്നുകൊണ്ട് രുചി വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യന് ചവിട്ടിത്തേക്കുവാനല്ലാതെ പിന്നൊന്നിനും കൊള്ളില്ല. കാരമില്ലാത്ത ക്രിസ്ത്യാനി, ഇന്ന് ജാതികൾ നിന്നെ ചവിട്ടിത്തേക്കുന്ന അനുഭവത്തിലേക്ക് നീ ആയിരിക്കുക. പക്ഷേ യഹോവയായ ദൈവം തമ്പുരാന് കർത്താവ് പറഞ്ഞു, അയ്യോ, എന്റെ നാമം ജാതികളുടെ അശുദ്ധമാക്കി പോയത് കൊണ്ട് ഞാന് എന്റെ നാമം വിശുദ്ധീകരിക്കും. എന്നോ വാക്യം 22, ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എന്റെ വിശുദ്ധ നാമ നിമിത്തം അത്രേ ഞാനിത് ചെയ്യുന്നത്. എന്നോ ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവരുടെ മേലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരുടെ മേലാണ്. നമ്മൾ വായിച്ച വാക്യം, ഞാൻ പുതിയൊരു ഹൃദയം നൽകും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം മാറ്റി ഞാൻ നിങ്ങൾക്ക് മാംസമായുള്ള ഹൃദയം തരും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ എന്റെ വിധികൾ അനുഷ്ഠിച്ച് നടക്കുമാറാക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനസാന്തരത്തിന്റെ അനുഭവം ജാതികളുടെ ഇടയിൽ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന്, നീ ആയിരിക്കുന്ന സമൂഹത്തിൽ, നീ ആയിരിക്കുന്ന ലോകത്തിൽ, ഹല്ലേലൂയ, ലോകത്തിന്റെ രക്ഷകനായി പിറന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന്, അവന്റെ ക്രോധത്താൽ ചിതറിപ്പോയിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന് രൂപാന്തരം കൊടുക്കുവാൻ തന്റെ ആത്മാവിനെ അവൻ നൽകും എന്ന് പറയുകയാ. തന്റെ ആത്മാവിനെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് നൽകും. അവർ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസമായൊരു ഹൃദയത്തെ നൽകി ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ ചട്ടങ്ങളെ പ്രമാണങ്ങളെയും അനുസരിച്ച് നടക്കുമ്പോൾ യഹോവയുടെ നാമം മഹത്വപ്പെടുവാനായിട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ഈ ദേശത്ത് നിങ്ങൾ എന്റെ ജനമായും ഞാൻ നിങ്ങളുടെ ദൈവമായും ഇരിക്കും എന്ന് പറയുക. മാനസാന്തരം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ നീ അനുവദിക്കണം. അനേകരും മാനസാന്തരപ്പെട്ടവരാ.
രക്ഷിക്കപ്പെട്ടവരാ, വിശ്വാസികൾ എന്ന് പറയുന്നവരാ, സഭയോട് ചേർന്ന് നിൽക്കുന്നവരാ, ക്രൈസ്തവ സമൂഹം എല്ലാം ശരിയാ. പക്ഷേ ജീവിതത്തിൽ ഇപ്പോഴും കല്ലായുള്ള ഹൃദയം തന്നെയാ. അസൂയ, പക, വിദ്വേഷം, ദ്വന്ദ്വപക്ഷം, വൈരാഗ്യങ്ങള്, ദ്രവ്യാഗ്രഹങ്ങള്, ലൗകികത, ഞാനെന്നുള്ള ബോധം, ഇതെല്ലാം ഇങ്ങനെ ഭരിക്കുക. അവരെ കാണുന്നവർ പറയും, ഇവനാണോ വിശ്വാസി? ഇവനാണോ? എന്തുകൊണ്ടാ ദൈവമല്ലേ നീ വിശ്വാസി എന്ന് അഭിമാനിക്കുമ്പോഴും, നീ ദൈവമല്ലാണെന്ന് അവകാശപ്പെടുമ്പോഴും നിന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകാത്തത്, നിന്റെ പക നിന്നിൽ നിന്ന് മാറിപ്പോകാത്തത്, നിന്റെ അഹംഭാവം നിന്നിൽ നിന്ന് മാറിപ്പോകാത്തത് എന്തുകൊണ്ടാ? നിന്റെ വിദ്വേഷം, നിന്റെ സ്നേഹമില്ലായ്മ, നിന്റെ ക്ഷമയില്ലായ്മ നിന്നിൽ നിന്ന് മാറിപ്പോകാത്തതിന്റെ കാരണം എന്താ? ഒരൊറ്റ കാരണമേ ഉള്ളൂ. അത് ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാ. നീ മാനസാന്തരപ്പെട്ടത് നിന്റെ ബുദ്ധി കൊണ്ടാ. ദൈവാത്മാവ് നിന്നെ മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. ദൈവാത്മാവ് നിന്നെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. ദൈവാത്മാവ് നിന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ നിന്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയത്തെ തരുമെന്ന് മാത്രമല്ല, അവന്റെ ആത്മാവ് നിന്നെ അവന്റെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും ജീവിക്കുവാനായിട്ട് ഇടയാക്കും. You will enter into a new relationship where you will be the people of God and God will be your God. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മാനസാന്തരത്തിനായിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ നാളുകളില് കർത്താവിന്റെ വചനം നമ്മളോട് വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് എന്നെനിക്കറിയാം. ഞാൻ ദൈവവചനം ഒരുങ്ങുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ കർത്താവ് തന്റെ ആത്മാവിനാൽ ഇടപെടുന്നത് ഞാൻ തരുന്നത്. ഒരു മാനസാന്തരം നിനക്ക് ആവശ്യമായി. യോവേൽ പറഞ്ഞതുപോലെ സഭായോഗം വിളിച്ചുകൂട്ടി വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടത് നിനക്ക് ആവശ്യമാണ്. കാരണം ജാതികളുടെ ഇടയിൽ നീ ദൈവനാമം ദുഷിപ്പിക്കുന്നവനായി മാറിയിരിക്കുന്നു. യഹോവയുടെ ക്രോധം നിന്റെ മേൽ വന്നു. ദൈവക്രോധത്തിൽ നീ ചെതറി ലോകത്തിൽ ദൈവനാമം ദുഷിപ്പിക്കുന്നവരുടെ അനുഭവത്തിലായിരിക്കുന്നു. കർത്താവിന്റെ നാമം നിന്നിൽ മഹത്വപ്പെടണമെങ്കിൽ, എഫേസ്യർ പറഞ്ഞ പോലെ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നിന്റെ ജീവിതം മാറണമെങ്കിൽ, അവൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ മതിയാവും. ആ പരിശുദ്ധാത്മാവ് നിന്നെ രൂപാന്തരപ്പെടുത്തിയാലേ, ആ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് പ്രവർത്തിക്കുവാൻ നീ അനുവദിച്ചാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ the promise of the Holy Spirit is for those people who repent and come, and to those people who want to have an experience of salvation. ഒന്ന് പുതുക്കപ്പെടാൻ, ദൈവ മഹത്വത്തിനായിട്ടായിരിക്കാൻ ദൈവം തമ്പുരാന് രൂപാന്തരപ്പെടുത്തുന്ന മൂന്നാമത് ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോ, ഗലാത്യ ലേഖനത്തില് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ടു ഹാവ് എ ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ. നമ്മൾ എസെക്കിയേൽ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. കല്ലായുള്ള നിന്റെ ഹൃദയം അങ്ങോട്ട് മാറി, ജഡികമായിട്ടുള്ള നിന്റെ ചിന്തകൾ അങ്ങോട്ട് മാറി, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല മുന്തിരിവള്ളിയായി നിന്റെ മാറുവാനായിട്ട്. 22-ാമത്തെ വാക്യം 5:22 മുതൽ പറയുന്നു, ആത്മാവിനെ അനുസരിച്ചോ നടപ്പീൻ. 16-ാമത്തെ വാക്യം ഞാൻ വായിച്ചത്, ഗലാത്യ ലേഖനം 5:16, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. എന്താ ഇന്നും ജഡത്തിന്റെ മോഹത്തിൽ നടക്കുന്നേ? ദ്രവ്യാഗ്രഹം നമ്മളെ വിട്ടുമാറിയിട്ടില്ലയോ? പണവേ 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 അല്ലേ? മറ്റുള്ളവരെ സഹായിക്കുവാൻ, സ്നേഹത്തോടെ ഇടപെടുവാൻ, വിനയപ്പെടുവാൻ, ഞാൻ ഒന്നുമല്ല,
എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ എൻ്റെ കർത്താവിന്റെ കരങ്ങളിൽ ഒരു ആയുധം മാത്രമാണെന്ന് നമ്മൾ വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താ? ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ കാരണം രണ്ടാ. ഒന്ന്, ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല. ദൈവാത്മാവ് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായൊരു ഹൃദയം തരാൻ അവന്റെ ആത്മാവിന് മാത്രമാണ് സാധിക്കുന്നത്. ആ ആത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ആത്മാവ് വരുമ്പോൾ നീ ആത്മാവിനെ അനുസരിച്ച് നടക്കും. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നിനക്ക് കഴിയാഞ്ഞത് കൊണ്ടാ ഇന്ന് നീ ജഡത്തിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടോ. അവിടെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ജഡത്തിന്റെ പ്രവൃത്തി: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, സാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത് മുതലായവ എന്ന വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും സ്വർഗരാജ്യത്ത് അവകാശമാക്കുകയില്ല. ഇന്നും വിശ്വാസിയാന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ പ്രിയം വരുമ്പോൾ അവന്റെ കൂടെ പോകാനായിട്ട് കാത്തിരിക്കുക ഓരോരുത്തരും. പക്ഷെ ജീവിതത്തിൽ ഇതാ നടക്കുന്നത്, ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ചില ആൾക്കാർ നാട്ടിലുണ്ട്, അവര് കണ്ണു തുറക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മീഖായിൽ കൂടെ ചിന്തിച്ചപ്പോൾ അവർ രാത്രി മുഴുവൻ നിരൂപിക്കുക. ഈവിൾ എന്താ നിരൂപിക്കുന്നത്? നാളെ എവിടുന്നാ കുടിക്കണ്ടിയേ? രാവിലെ എഴുന്നേറ്റാല് അന്നേരം വേണം മോന്തെന്ന്, വൈകുന്നേരം വേണം കുടിക്കാൻ വേണ്ടി എഴുന്നേക്കുന്ന ആൾക്കാർ, മദ്യപിക്കുവാനായിട്ട് എഴുന്നേക്കുന്ന ആൾക്കാർ, ദ്രോഹിക്കുവാനായിട്ട് എഴുന്നേക്കുന്ന ആൾക്കാർ, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുവാനായിട്ട് എഴുന്നേക്കുന്ന ആൾക്കാർ, ദുർമാർഗത്തിൽ ജീവിക്കുവാൻ. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ അങ്ങനെയുള്ളവരല്ല. അവര് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഈ വക അവർ പ്രാപിക്കുന്നു. അതുകൊണ്ട് the promise of the Holy Spirit is to make you walk with a new character in your life. A paradigm shift എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് സാധിക്കുന്നത്. ക്ഷമിക്കാനും സ്നേഹിക്കാനും ദീർഘക്ഷമയുള്ളാകാനും പരോപകാരം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു പ്രസംഗം കേട്ട് കടന്നു പോകാനല്ല ദൈവാത്മാവ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഒന്ന് ചിന്തിപ്പാൻ. Am I bearing the fruit of the Holy Spirit? I profess to be a Christian. I profess to be a born-again Christian. I say that I am a Christian, but do I have some fruit still remains in my life that is of the flesh? That is of my carnal desire and carnal body. Am I producing the fruit of the Spirit? Or rather, can you ask yourself a question: am I walking, obeying the Spirit of God so that God can transform our life and God can help me to walk in His ways, bearing the fruit of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. നീ അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ് നിന്റെ ഉള്ളിൽ ഒരു വലിയ ക്രിയ ചെയ്യും. ആ ക്രിയ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിയയാ. അതിനെ നമ്മൾ മാനസാന്തരം എന്ന് പറയും, അല്ലെങ്കിൽ വീണ്ടെടുപ്പെന്ന് പറയും, രക്ഷ, വീണ്ടും ജനനം എന്ന് പറയും. ആ വീണ്ടും ജനത്തിന്റെ അനുഭവമാ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. ഒറ്റ വാക്കും കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. സമയം കഴിഞ്ഞു പോയല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു കാര്യസ്ഥനെ അയക്കും, സത്യത്തിൻ്റെ ആത്മാവെന്നൊരു കാര്യസ്ഥനെ അയക്കും. അവൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. To lead you, the promise of the Holy Spirit to lead you in all truth.
ഈ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമല്ല, ഈ അനുഭവങ്ങളിൽ മുന്നോട്ട് നിന്റെ ജീവിതം നയിപ്പാനായിട്ട് നിന്നെ സഹായിപ്പാൻ അവന്റെ ആത്മാവിനെ അയച്ചു തരും എന്നവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. Are you relying on the power of the Holy Spirit to walk a Christian life today? Or are you relying on your own intelligence and your own reasoning and capacity? And then you decide your ways to live as a Christian. No, that's not possible. To live a Christian life, you need that Holy Spirit as an advocate living in you. നിന്നിൽ വസിക്കേണ്ടതിന്, നിന്നോട് കൂടെ ഇരിക്കേണ്ടതിന്, സകല സത്യത്തിൽ നിന്നെ വഴി നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന ഒരു കാര്യസ്ഥനെ നിന്നോട് കൂടെ ഇരിപ്പാൻ തരാമെന്ന് നിന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസത്തില് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ. Let me tell you, my dear beloveds, nobody in this world can lead a Christian life without the power of the Holy Spirit. And I do not know how far you have taken that fact as serious in your Christian life. Heeding yourself to the guidance of the Holy Spirit, to the control of the Holy Spirit, and living a life worthy to the calling of God.